Welcome to Ruji and PSK online classes. As a continuation of modern physics, നമ്മൾ കഴിഞ്ഞ രണ്ട് ചാപ്റ്ററുകൾ മോഡേൺ ഫിസിക്സിലെ ഡ്യുവൽ നേച്ചർ ആൻഡ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടു. അതിനുശേഷം ആറ്റമിക് ഫിസിക്സിൻ്റെ കാര്യങ്ങൾ കണ്ടു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഉള്ള രീതിയിൽ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ ന്യൂ ചാപ്റ്റർ ആസ് ന്യൂക്ലിയർ ഫിസിക്സ്. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള രണ്ടോ മൂന്നോ തിയറികൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടു. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അപ്പോൾ അതിനുശേഷം ആ തിയറികളിലൂടെയൊക്കെയാണ് ലൈക്ക് റൂദർഫോർഡ് തിയറി ഓഫ് ആറ്റം അല്ലെങ്കിൽ നീൽസ് ബോർ തിയറി ഓഫ് ആറ്റം, അതിലൂടെയൊക്കെയാണ് നമുക്ക് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ പറ്റി ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിക്കുമ്പോഴാണ് അതായത് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് വഴിയാണ് ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോൺസ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ലേറ്റർ റൂദർഫോർഡിൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജെയിംസ് ചാഡ്വിക്കാണ് ആ ന്യൂക്ലിയസിനകത്ത്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ കളക്ഷൻ ഓഫ് പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ, അതിൻ്റെ ഒപ്പം തന്നെ ആരും കൂടെ ഉണ്ട്, ചാർജ് ഒന്നും ഇല്ലാത്ത എന്നാൽ മാസീവ് ആയിട്ടുള്ള ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളും കൂടെ ഉണ്ട് എന്ന് പിന്നീട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാത്തിനും ഒരു സ്റ്റാർട്ടിങ് വരുന്നത് റൂദർഫോർഡിൻ്റെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് വഴിയാണ്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റിയെ പറ്റി പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് യൂണിറ്റുകളുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് എനർജി കൺവേർഷൻസ് ഉണ്ട്. അതെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് ചാപ്റ്ററിൻ്റെ ന്യൂക്ലിയർ സ്ട്രക്ചറിലേക്ക് നമുക്ക് പോകാം. സാധാരണ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കിലോഗ്രാമിലോ അല്ലെങ്കിൽ ഗ്രാമിലോ അങ്ങനെയുള്ള നോർമൽ യൂണിറ്റുകളിലായിരിക്കും. ബട്ട് ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും വലിയ യൂണിറ്റ് നമുക്ക് ആവശ്യമില്ല. ബിക്കോസ് ദ മാസ് ഓഫ് ആൻ ആറ്റം അല്ലെങ്കിൽ ദ മാസ് ഓഫ് ആൻ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നെഗ്ലിജിബിളി സ്മോൾ. അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വലിയ യൂണിറ്റുകൾ വേണ്ട. സോ ടു റെപ്രസെൻറ്റ് ദ സൈസ് ഓഫ് ആൻ ആറ്റം അല്ലെങ്കിൽ ടു റെപ്രസെൻറ്റ് ദ മാസ് ഓഫ് ആൻ ആറ്റം യു വിൽ ബി യൂസിങ് ന്യൂ യൂണിറ്റ് വിച്ച് ഈസ് ഫെമിലിയർ ടു യു, ദാറ്റ് ഈസ് AMU അല്ലെങ്കിൽ ആറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പോൾ എന്താണ് ആറ്റോമിക് മാസ് യൂണിറ്റ്? നമ്മളത് കെമിസ്ട്രിയിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുള്ളതായിരിക്കും. ബട്ട് ജസ്റ്റ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ചാപ്റ്റർ ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ അതൊന്ന് പറഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ പോവാം. ഒരു AMU എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 AMU is equal to 1/12 the mass of carbon 12 atom എന്ന് പറയാം നമുക്ക്. അപ്പോൾ അതിൻ്റെ ന്യൂമറിക്കലായിട്ടുള്ള വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ കാർബൺ 12 അതിൻ്റെ മാസിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കാർബണിൻ്റെ മാസ് നമ്പർ 12 ആണെങ്കിലും അതിൻ്റെ എക്സാക്ട് മാസ് എമൗണ്ട് എന്ന് പറയുന്നത് 12 അല്ല, 12നേക്കാൾ ഒരല്പം കൂടുതലാണ്. സോ ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സാക്ട് വാല്യൂ എന്ന് പറയുന്നത് 1.6652 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാമാണ്. ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് നമ്മളിപ്പോൾ 1.67 എന്ന് കാൽക്കുലേഷനിൽ എടുത്താൽ മതി. ചിലയിടത്ത് ഇത് 1.6635 എന്ന് കാണാം, ചിലയിടത്ത് 1.6657 എന്ന് കാണാം. ജസ്റ്റ് യു ടേക്ക് ഇറ്റ് ആസ് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു അറ്റോമിക് മാസ് യൂണിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ന്യൂട്രോൺ ആയാലും പ്രോട്ടോൺ ആയാലും ഇലക്ട്രോൺ ആയാലും അതിൻ്റെയൊക്കെ മാസ് പറയുന്നത്. അപ്പോൾ പ്രോട്ടോണിൻ്റെ മാസ് നമുക്ക് അറിയാം. പ്രോട്ടോൺ എന്ന് പറയുന്ന പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ മാസ് വരുന്നത് mass of a proton is equal to 1.667 into 10⁻⁻27 കിലോഗ്രാം ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂസ് ആണ് ഇതെല്ലാം. ഓർ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 1.00727 AMU എന്ന് നമുക്ക് പറയാം അപ്രോക്സിമേറ്റ് മാസ്. ഇതേപോലെ തന്നെ ന്യൂട്രോണിൻ്റെ മാസ് എന്താണ് ന്യൂട്രോൺ എന്നും ആ ന്യൂട്രോണിൻ്റെ ഡിസ്കവറിയിലേക്ക് നമ്മളെ കൊണ്ടുപോയ എക്സ്പെരിമെൻറ്റ് എന്താണെന്നൊക്കെ നമുക്ക് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മാസ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള യൂണിറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ യൂണിറ്റിൻ്റെ ബേസിസിൽ നമുക്ക് ഇവരുടെ മാസിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്ന് പറയുന്നതേ ഉള്ളൂ. ഇപ്പോൾ മാസ് ഓഫ് എ ന്യൂട്രോൺ ഇസ് സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്രോട്ടോൺ. അത് 1.668 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം എന്ന് വരും. നമുക്ക് അപ്രോക്സിമേറ്റ്ലി അതിനെ 1.00866 AMU എന്ന് എഴുതാം. ഈ വാല്യൂസിലൊക്കെ സ്ലൈറ്റായിട്ട് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ ഓർമ്മിച്ച് വെക്കേണ്ടത് ഈ AMUയിലുള്ള വാല്യൂസാണ്. ഇത് 667ഉം ഇത് 668ഉം. അതിൻ്റെ അങ്ങോട്ടേക്ക് ഡിജിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 10-30 ഡിജിറ്റ് വരെ ഇതിൻ്റെ മാസിൽ പ്രിസിഷൻ എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അത്രയും ഡെപ്തിൽ പോകേണ്ട കാര്യമില്ല. അതിൻ്റെ മാസ് ഇപ്പോൾ നമ്മൾ സാധാരണ
പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 1.67 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആയിട്ടും ന്യൂട്രോണിൻ്റെ മാസ് 1.68 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആയിട്ടാണ് സാധാരണ കൺസിഡർ ചെയ്യാറുള്ളത്. ഇനി അറ്റോമിക് മാസ് യൂണിറ്റ് വരുന്ന കേസുകളിലാണെങ്കിൽ ഈ യൂണിറ്റുകളാണ് എടുക്കാറുള്ളത്. ഒന്ന് 1.007 മറ്റേത് 1.008 അങ്ങനെ കൺസിഡർ ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന ഈ സ്മോളർ യൂണിറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ഒരു ആറ്റത്തിൻ്റെ മാസിനെ അല്ലെങ്കിൽ ആ ആറ്റത്തിനകത്തുള്ള സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ മാസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമ്മളത് പല ചാപ്റ്റേഴ്സിലായിട്ട് ഈവൻ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ 1 AMU എന്താണെന്നുള്ളത് മനസ്സിലാക്കിയോളൂ. 1/12 ദ മാസ് ഓഫ് എ സിംഗിൾ കാർബൺ 12 ആറ്റം. കാർബണിന് നമുക്കറിയാം 3 ഐസോട്ടോപ്പുകളാണ് മെയിനായിട്ടുള്ളത്. C13, C14, C12. അതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഐസോട്ടോപ്പ് എന്ന് പറയുന്നത് C12 ആണ്. അതുകൊണ്ട് ആ C12ൻ്റെ മാസിൻ്റെ 1/12 ആണ് ഒരു AMU ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അറ്റോമിക് മാസ് യൂണിറ്റ് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഒരു ആറ്റത്തിൻ്റെ എനർജിയെ റെപ്രസെൻ്റ് ചെയ്യാൻ വി ഹാവ് ടു ഡിപ്പെൻഡ് സം അതർ യൂണിറ്റ്സ്. അപ്പോൾ അതിൽ പൊതുവേ നമ്മൾ എനർജി റെപ്രസെൻ്റ് ചെയ്യുന്നത് ജൂളിലാണെങ്കിലും ഇവിടെ നമുക്ക് ജൂൾ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കിലോഗ്രാമിനെ കൺസിഡർ ചെയ്യാതെ അറ്റോമിക് മാസ് യൂണിറ്റിനെ കൺസിഡർ ചെയ്ത പോലെ ജൂൾ എന്ന് പറയുന്ന വലിയ യൂണിറ്റിനെ നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം വളരെ ചെറിയ വാല്യൂസാണ്. കാരണം ഇവിടെ ഒരു ആറ്റത്തിൻ്റെ എനർജി അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള എനർജി എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വിൽ ബി അറൗണ്ട് 10⁻⁻11 ജൂൾസ് എന്നൊക്കെ വരും. അപ്പോൾ അത്രയും ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് നമ്മളതിന് എന്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ NU യൂണിറ്റ്. നമ്മൾ ഓൾറെഡി കണ്ട യൂണിറ്റ് ആണ് കഴിഞ്ഞ ചാപ്റ്ററിലൊക്കെ. ഇറ്റ് ഈസ് കോൾഡ് ആസ് ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റ് കഴിഞ്ഞ ചാപ്റ്ററിൽ ഓൾമോസ്റ്റ് എല്ലാ കാൽക്കുലേഷൻസിനും നമ്മൾ ഇലക്ട്രോൺ വോൾട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ എനർജി അക്വയർഡ് ബൈ എൻ ഇലക്ട്രോൺ. ഒരു ഇലക്ട്രോണിനെ നമ്മളൊരു പൊട്ടൻഷ്യലിൽ റിലീസ് ചെയ്യുമ്പോൾ ദാറ്റ് ഇലക്ട്രോൺ വിൽ, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന് പറയേണ്ട, നമുക്ക് ഇഫ് യു ആർ റിലീസിങ് എൻ ഇലക്ട്രോൺ ഇൻ എൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ദ വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ ടു മൂവ് ദ ഇലക്ട്രോൺ വൺസ് അറൗണ്ട് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് കൺസിഡർ ചെയ്യുക പ്രത്യേകം പോലെ, പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഒരു ഇലക്ട്രോൺ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇതിലെ വന്ന് പോസിറ്റീവ് ടെർമിനലിൽ വരും. അതാണല്ലോ ഒരു ബാറ്ററിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് V ആണെന്ന് വിചാരിക്കുക. നിങ്ങൾ റിലീസ് ചെയ്യുന്ന ചാർജ് Q ആണെങ്കിൽ ഈ ചാർജിന് ഇവിടുന്ന് ഇവിടം വരെ കൊണ്ടുവരാൻ, അതായത് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ചാർജിനെ, -Q എന്ന് പറയുന്ന നെഗറ്റീവ് ചാർജിനെ ഈ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തിക്കാൻ ആ പൊട്ടൻഷ്യൽ എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ ആ വർക്കിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ ഓൺ ദ ചാർജ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാർജ് Qന് പകരം, Q എന്ന് പറയുന്ന ചാർജിന് പകരം നമ്മളൊരു ഇലക്ട്രോണിനെയാണ് എടുക്കുന്നതെങ്കിൽ, യു ആർ കൺസിഡറിങ് ആൻ ഇലക്ട്രോൺ, സോ ദ വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു E ഇൻറ്റു V എന്നല്ലേ മക്കളെ വരിക? വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ ഈസ് E ഇൻറ്റു V. സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1 വോൾട്ട് ആണെങ്കിൽ, ഇഫ് ദ വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ ഓഫ് യൂണിറ്റ് മാഗ്നിറ്റ്യൂഡ് ഓൺ ട്രാവലിംഗ് ആൻ ഇലക്ട്രോൺ വൺസ് അറൗണ്ട് എ സർക്യൂട്ട് ഈസ് കോൾഡ് ആസ് ദ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അതായത് 1 വോൾട്ട് പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ട് നമ്മളൊരു ഇലക്ട്രോണിനെ ആക്സിലറേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ഇലക്ട്രോൺ ഈസ് ആക്സിലറേറ്റഡ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ ടു ദ പോസിറ്റീവ് ടെർമിനൽ യൂസിങ് ദാറ്റ് energy of the 1 volt. So the work done by that potential is called as electron volt. അപ്പോൾ ഇവിടെ 1 വോൾട്ട് ആണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ വർക്ക് ഡൺ ബൈ ദ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് E ജൂൾ അല്ലേ മക്കളെ? ഒരു E ജൂൾ. കാരണം V is equal to 1 വോൾട്ട് ആണ്. E ജൂൾ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ എന്ന് വരും. ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് എഴുതുന്നത്? ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. സോ 1 ഇലക്ട്രോൺ വോൾട്ട് ഇസ് ഈക്വൽ ടു 1.6 ഇൻറ്റു 10⁻⁻19 ജൂൾ. അപ്പോൾ നമുക്കൊരു ക്വാണ്ടിറ്റി ഇലക്ട്രോൺ വോൾട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടി, അതൊക്കെ ബേസിക് കൺവേർഷൻസ് ആണ്, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ. ഒരു ഇലക്ട്രോൺ വോൾട്ടിനെ ജൂളിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, അതായത് എനർജി ഇൻ ജൂൾ ഇസ് ഈക്വൽ ടു എനർജി ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇതൊക്കെ പലർക്കും അറിയാം, എന്നാൽ പലരും തെറ്റിക്കുന്ന അതായതുകൊണ്ട് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ജൂളിലുള്ള എനർജി കിട്ടാൻ ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജിയെ ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതങ്ങനെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഇലക്ട്രോൺ വോൾട്ടിലുള്ള എനർജിയാണ് നമ്മൾ ഇതുപോലെയുള്ള സബാറ്റോമിക് സിസ്റ്റംസിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സിസ്റ്റംസിനെല്ലാം അപ്ലൈ ചെയ്യുന്നത് ഈ പറയുന്ന ഇലക്ട്രോൺ വോൾട്ട് യൂണിറ്റിലുള്ള എനർജിയാണ്. ഇനിയിപ്പോൾ നമുക്ക് അവിടെ നോക്കേണ്ടത്
ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ പറഞ്ഞു ഒരു AMU അല്ലെങ്കിൽ ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്, ഒരു അറ്റോമിക് മാസ് യൂണിറ്റ്, ആ ഒരു അറ്റോമിക് മാസ് യൂണിറ്റിന് എത്ര എനർജി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസിൽ നമ്മൾ മാസ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത് 1 AMU ആണ്. അപ്പോൾ 1 AMUവിനെ ഞാൻ 1.665 എന്ന് പറയുന്നതിൽ എടുക്കാം. അപ്പോൾ 1.6652 ഇൻറ്റു 10⁻⁻27 കിലോഗ്രാം ആണ് 1 AMU. നമുക്കറിയാം ഒരു M എന്ന് പറയുന്ന ഒരു മാസിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന എനർജി, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഐൻസ്റ്റീൻസ് മാസ് എനർജി റിലേഷൻ ആസ് E = mc². ഇവിടെ ഇത് ചെറിയൊരു സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി, ഡെൽറ്റ E = ഡെൽറ്റ M ഇൻറ്റു c² എന്ന് പറയാം. ഡെൽറ്റ M എന്ന് പറഞ്ഞാൽ 1 AMU ആണ്. അപ്പോൾ 1 AMU എന്ന് പറഞ്ഞാൽ മക്കളെ 1.6652 ഇൻറ്റു 10⁻⁻27. c² എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് 9 ഇൻറ്റു 10⁻16. ഇത്രയും ജൂളാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ദിസ് മച്ച് ജൂൾ എന്ന് കിട്ടും. പക്ഷേ നമുക്കിതിനെ ജൂളിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ട, വി ഹാവ് ടു റെപ്രസെൻറ്റ് ഇറ്റ് ഇൻ ഇലക്ട്രോൺ വോൾട്ട്. സോ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ E ഇൻ ഇലക്ട്രോൺ വോൾട്ട് ഈസ് ഈക്വൽ ടു 1.6652 ഇൻറ്റു 10⁻⁻27 ഇൻറ്റു 9 ഇൻറ്റു 10⁻16 ഹോൾ ഡിവൈഡഡ് ബൈ ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. ടു കൺവേർട്ട് ജൂൾ ഇൻറ്റു ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡ് ബൈ ഇലക്ട്രോണിക് ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ അറൗണ്ട് നമുക്ക് കിട്ടുന്നത് 931 ഇൻറ്റു 10⁻⁻12 അല്ല, 931 ഇൻറ്റു 10⁻12 ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. 10⁻12 ഇലക്ട്രോൺ വോൾട്ടിനെ നമുക്ക് മില്യൺ ഇലക്ട്രോൺ വോൾട്ട്, 10⁻12 അല്ല ഒരു മിനിറ്റ്, അതെൻ്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു വ്യത്യാസം വന്നതാണ്. 27, ഇതിപ്പോൾ -11 ആയി. ഇത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ 8 വരും. യെസ്, ഇറ്റ് ഈസ് ഈക്വൽ ടു 931 ഇൻറ്റു 10⁻6 ഇലക്ട്രോൺ വോൾട്ട്. അത് എൻ്റെ കാൽക്കുലേഷൻ ചെറിയൊരു മിസ്റ്റേക്ക് വന്നതാണ്. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 10⁻6 ഇലക്ട്രോൺ വോൾട്ടിനെ നമുക്കൊരു മില്യൺ ഇലക്ട്രോൺ വോൾട്ടായിട്ട് പറയാം. സോ ഇറ്റ് ഈസ് 931 മില്യൺ ഇലക്ട്രോൺ വോൾട്ട് എന്ന് കിട്ടും. ഡെൽറ്റ E ഫ്രം 1 AMU. ഇത് നമ്മൾ ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ സമയത്തും AMUവിൽ തന്നിരിക്കുന്ന ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതുപോലുള്ള ചില ഷോർട്ട് കട്ട് ഇക്വേഷൻസ് എല്ലാ ചാപ്റ്ററിലും കാണുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ബൈൻഡിങ് എനർജി കണ്ടുപിടിക്കാൻ പറഞ്ഞു. എന്താണ് ബൈൻഡിങ് എനർജി എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ നമുക്കവിടെ കിലോഗ്രാമിൽ AMUവിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യും, AMUവിനെ കിലോഗ്രാമിലേക്ക് മാറ്റും. കിലോഗ്രാമിലേക്ക് മാറ്റിയിട്ട് c² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനർജി ജൂളിൽ കിട്ടും. പിന്നെ അതിനെ ഇലക്ട്രോണിക് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്ക് AMUവിലാണ് മാസ് തന്നിരിക്കുന്നതെങ്കിൽ ഒരു AMUവിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന എനർജിയാണ് 931 ഇലക്ട്രോൺ വോൾട്ട്. സോ ഇഫ് ദർ ആർ n AMU, then the total energy will be is equal to n into 931. So this represents 931 represents the maximum energy that can be derived out of one atomic mass unit. നമുക്ക് എത്ര അറ്റോമിക് മാസ് യൂണിറ്റ് ആണെങ്കിലും ആയിക്കോട്ടെ, ഒരു അറ്റോമിക് മാസ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി ഇത്രയാണ്. സോ ഇഫ് യു ഹാവ് n AMU of mass available, then the total energy derived out will be equal to n into 931. എന്നിട്ട് നമ്മൾ ഫൈനലി ഈ ഇലക്ട്രോൺ വോൾട്ടിനെ എന്തിലേക്ക് മാറ്റിയാൽ മതി, ജൂളിലേക്ക് മാറ്റിയാൽ മതി. അപ്പോൾ അവിടെ ഒരേ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഇത് ഓർമ്മിച്ച് വെച്ചോളൂ. ഒരു AMUവിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാവുന്ന എനർജി, ദ എനർജി കറസ്പോണ്ട്സ് ടു 1 AMU is equal to 931 AMU. 931 AMU അല്ല, 931 MeV. ഇതാണ് നമ്മളവിടെ ഫണ്ടമെൻ്റലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമുക്ക് ന്യൂക്ലിയസിനെ പറ്റി, ഇപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിലായിട്ട് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ന്യൂക്ലിയസ് എന്താണ്, അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ കോമ്പോസിഷൻ എങ്ങനെയാണ്, അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ എന്താണ് ന്യൂക്ലിയസ് എന്നതിനെ പറ്റിയിട്ട് നമുക്ക് ആദ്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത് റൂദർഫോർഡ് എക്സ്പെരിമെൻറ്റ് വഴിയാണെന്ന് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു. അപ്പോൾ റൂദർഫോർഡ് പറഞ്ഞതനുസരിച്ച് ന്യൂക്ലിയസിനകത്ത് ഉള്ള ഫസ്റ്റ് പാർട്ടിക്കിൾ അല്ലെങ്കിൽ ന്യൂക്ലിയസിൻ്റെ അകത്ത് ഉണ്ട് എന്ന് ആദ്യമായിട്ട് നമ്മൾ പ്രൂവ് ചെയ്ത പാർട്ടിക്കിൾ പ്രോട്ടോൺ ആണ്. കുറേ കാലം പ്രോട്ടോൺ മാത്രമേ ഉള്ളൂ എന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ ഇനീഷ്യലി വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനകത്ത് കാണുന്ന രണ്ടാമത്തെ മാസീവ് പാർട്ടിക്കിളാണ്. പ്രോട്ടോണിൻ്റെ മാസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് 1.00727 AMU ആണ് അതിൻ്റെ മാസ് വരുന്നത്. അതേപോലെ തന്നെ പ്രോട്ടോണിൻ്റെ
സ്പിൻ അല്ലെങ്കിൽ ഇൻട്രിൻസിക് ആംഗുലർ മൊമെൻറ്റം. ഇൻട്രിൻസിക് ആംഗുലർ മൊമെൻറ്റം എന്ന് പറഞ്ഞാലും സ്പിൻ ഓഫ് പ്രോട്ടോൺ എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ സ്പിൻ വാല്യൂ വരുന്നത് +1/2 ആണ്. പിന്നെ അതുപോലെ തന്നെ പ്രോട്ടോൺ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻറ്റ് ഉള്ള ഒരാളാണ്. ബട്ട് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് പ്രോട്ടോൺ ഈസ് മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ കണ്ടിരുന്നു, മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ആറ്റം ഈസ് ക്വാണ്ടൈസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു NH is equal to n into EH divided by 4πm എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇവിടെ കാണുന്നത് എല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിൽ മാത്രമാണ്? പാർട്ടിക്കിളിൻ്റെ മാസിൽ മാത്രമാണ്. പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ഹയർ കമ്പയർഡ് ടു ആൻ ഇലക്ട്രോൺ. ഒരു പ്രോട്ടോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എറൗണ്ട് 2000 ഇലക്ട്രോൺസിന് ഈക്വലാണ്. 2000 ഇലക്ട്രോണുകൾ ചേർന്നാൽ മാത്രമേ ഒരു പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആകുള്ളൂ. അപ്പോൾ മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. സോ നാച്ചുറലി ഇറ്റ്സ് മാഗ്നറ്റിക് മൊമെൻറ്റ് വിൽ ബി മച്ച് ഹയർ. പക്ഷേ അതേ സ്റ്റേറ്റിലുള്ള ഒരു പ്രോട്ടോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ലെസ്. സോ പ്രോട്ടോണിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് ആ ഒരു റിലേഷൻ ഓർമ്മയിൽ വേണം. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് പ്രോട്ടോൺ ഈസ് മച്ച് 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 ലെസ് ദാൻ ദാറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ മാഗ്നറ്റിക് മൊമെൻ്റ് ആയി. പിന്നെ നമ്മൾ പറയേണ്ട കാര്യം മാസ് ഓഫ് പ്രോട്ടോൺ. ഞാൻ സ്മോൾ ലെറ്റർ M ആണ് യൂസ് ചെയ്യുന്നത്. മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ മാസ് ഓഫ് പ്രോട്ടോൺ നമുക്ക് ആദ്യം ഇങ്ങനെ പറയാം, മാസ് ഓഫ് പ്രോട്ടോൺ ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. കാരണം പ്രോട്ടോണിൻ്റെ മാസ് എന്ന് പറയുന്നത് നമുക്കറിയാം 1.667 ഇൻറ്റു 10⁻⁻27ഉം ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറയുന്നത് 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാമുമാണ്. അപ്പോൾ നമ്മൾ രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് വാല്യൂ കിട്ടും. മാസ് ഓഫ് എ പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 1836 ടൈംസ് ദ മാസ് ഓഫ് ആൻ ഇലക്ട്രോൺ. അതായത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അറൗണ്ട് ഒരു 2000 ഇലക്ട്രോൺസ് ചേർന്നാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഒരു പ്രോട്ടോൺ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മളൊരു ആറ്റത്തിൻ്റെ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ, നമ്മൾ ആറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്തിനെ കൺസിഡർ ചെയ്യില്ല? ഇലക്ട്രോണിൻ്റെ മാസിനെ കൺസിഡർ ചെയ്യില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു യുറേനിയത്തിൻ്റെ മാസ് എടുക്കുക. യുറേനിയത്തിൻ്റെ മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ യുറേനിയത്തിലുള്ള പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും എണ്ണം മാത്രമേ എടുക്കുകയുള്ളൂ. കാരണം യുറേനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 92 ആണ്. അപ്പോൾ അതിൽ 92 ഇലക്ട്രോൺ ഉണ്ടാവും. 92 ഇലക്ട്രോണിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി നെഗ്ലിജിബിൾ ആസ് കമ്പയർ ടു ദ മാസ് ഓഫ് എ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. കാരണം 2000 ഇലക്ട്രോൺസ് ആയാലേ ഒരു പ്രോട്ടോണിൻ്റെ മാസെങ്കിലും ആവുള്ളൂ. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ആറ്റംസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഓക്സിജൻ എടുക്കുകയാണ്, 8 പ്രോട്ടോണാണ് അതിലുള്ളത്. അപ്പോൾ 8 ഇലക്ട്രോണും ഉണ്ടാവും. 8 ഇലക്ട്രോണിൻ്റെ മാസ് എന്നൊക്കെ പറയുന്നത് എത്രത്തോളം നെഗ്ലിജിബിൾ ആണെന്ന് നിങ്ങൾക്ക് ആലോചിച്ചാൽ അറിയാം. അതുകൊണ്ടാണ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരെ കൺസിഡർ ചെയ്യില്ല? ഇലക്ട്രോണിൻ്റെ മാസിനെ കൺസിഡർ ചെയ്യില്ല എന്ന് പറയാൻ കാരണം. അപ്പോൾ പ്രോട്ടോണിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഇതൊക്കെയാണ്. പ്രോട്ടോൺ നമ്മൾ കണ്ടുപിടിക്കുന്നത്, പ്രോട്ടോണിൻ്റെ ഡിസ്കവറി വരുന്നത് ഇറ്റ് ഈസ് ത്രൂ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലൂടെയാണ്. അത് കണ്ടുപിടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ റൂദർഫോർഡ്. ഇനിയിപ്പോൾ പ്രോട്ടോൺ കഴിഞ്ഞാൽ ഇനി അടുത്ത ആറ്റത്തിൽ പ്രസൻ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ന്യൂട്രോൺ. അത് കുറച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. സോ വി ഹാവ് ടു ഡീൽ വിത്ത് ദ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. ഈ റൂദർഫോർഡിൻ്റെ അറ്റോമിക് സ്ട്രക്ചർ വന്നതിന് ശേഷം ആ അറ്റോമിക് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിനെ പറ്റി ഇൻ ഡെപ്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് ഈ ആറ്റത്തിനകത്ത് ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ഉണ്ട്. പക്ഷേ അവരുടെ മാസ് ഒരു ടാലി ഒരു ആറ്റത്തിൻ്റെ മാസ് ടാലി ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവിടെ മറ്റൊരു അസംഷനിലേക്ക് അവർ വന്നത്. പ്രോട്ടോൺ അല്ലാതെ ആറ്റത്തിനകത്ത് പ്രോട്ടോണിനെ പോലെ തന്നെ അല്ലെങ്കിൽ പ്രോട്ടോണിന് അപ്രോക്സിമേറ്റ് ആയിട്ട് ഈക്വൽ മാസ് ഉള്ള മറ്റൊരു പാർട്ടിക്കിൾ കൂടി ഉണ്ടാവാം. ബട്ട് ദാറ്റ് പാർട്ടിക്കിൾ നെവർ അട്രാക്ട്സ് ഓർ റിപ്പൽസ് ആൻ ഇലക്ട്രോൺ. അപ്പോൾ അതിനർത്ഥം ചാർജ് ഇല്ലാത്തൊരു പാർട്ടിക്കിൾ ആയിരിക്കാം ഈ ആറ്റത്തിൻ്റെ മാസ്. കാരണം ഒരു ആറ്റത്തിൻ്റെ മാസ് കൺസിഡർ ചെയ്യുമ്പോൾ പ്രോട്ടോണിൻ്റെ മാസൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ എക്സ്പെരിമെൻ്റൽ വാല്യൂവിൻ്റെ ദ ടോട്ടൽ മാസ് ഓഫ് പ്രോട്ടോൺ വാസ് അപ്രോക്സിമേറ്റ്ലി ഹാഫ് ദ മാസ് ദാറ്റ് വാസ് ഫൈൻഡ് ഔട്ട് എക്സ്പെരിമെൻ്റലി. അപ്പോൾ ബാക്കി പകുതി മാസം ആര് കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഹാഫ് മാസ് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ശരിക്കും ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ റൂദർഫോർഡിൻ്റെ തന്നെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ജെയിംസ് ചാഡ്വിക്കാണ് ആദ്യമായിട്ട് ഒരു ന്യൂട്രോണിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നതും അല്ലെങ്കിൽ ആ ന്യൂട്രോണിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പുറത്തേക്ക് കൊണ്ടുവരുന്നത്.
അപ്പോൾ നമുക്ക് ചാഡ്വിക്കിൻ്റെ ഇപ്പോൾ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ടത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. ഹി വാസ് ദ മാൻ ബിഹൈൻഡ് ദ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. സോ ജെയിംസ് ചാഡ്വിക്ക് 1930 തോന്നുന്നു. ഇറ്റ് വാസ് ഇൻ 1930. അപ്പോഴാണ് ഈ ന്യൂട്രോൺസിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ന്യൂട്രോൺ എങ്ങനെ ഡിസ്കവർ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൊളോണിയം, അപ്പോൾ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള പൊളോണിയം ആണെങ്കിൽ അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിളിൻ്റെ എമിഷൻ ഉണ്ടാവും. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിൻ്റെ എമിഷൻ ഉണ്ടാവും. ആ എമിറ്റ് ചെയ്ത് വരുന്ന ഹീലിയം ന്യൂക്ലിയസിനെ ഇറ്റ് വാസ് മെയ്ഡ് ടു ബോംബാർഡ് ഓൺ ബെറിലിയം ന്യൂക്ലിയസ്. ബെറിലിയം ന്യൂക്ലിയസും ഹീലിയം ന്യൂക്ലിയസും തമ്മിലുള്ള കൊളീഷൻ നടക്കുമ്പോൾ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ എമിഷൻ ഓഫ് എ ഹൈലി പെനിട്രേറ്റിംഗ് ചാർജ്ലെസ് പാർട്ടിക്കിൾ. ആ ചാർജ്ലെസ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ പിന്നീട് എന്ത് വിളിച്ചത്? ന്യൂട്രോൺ എന്ന് വിളിച്ചത്. അത് ചാർജ്ലെസ് പാർട്ടിക്കിൾ എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കും. ആ ഇലക്ട്രിക് ഫീൽഡ് വയ്ക്കുമ്പോൾ രണ്ട് സൈഡിലേക്കും, പോസിറ്റീവ് സൈഡിലേക്കും നെഗറ്റീവ് സൈഡിലേക്കും അതിന് ഡിഫ്ലക്ഷൻ ഇല്ല. അതിൻ്റെ അർത്ഥം എഫക്റ്റീവായിട്ട് ചാർജ് ഒന്നും ഇല്ലാത്തൊരു പാർട്ടിക്കിളാണ്. അപ്പോൾ ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബൈ ദിസ് റിയാക്ഷൻ. ഇങ്ങനെ ഒരു ന്യൂക്ലിയർ റിയാക്ഷൻ വഴിയാണ് ന്യൂട്രോണിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അതായത് ഒരു ബെറിലിയം ന്യൂക്ലിയസ് Be49, ഇറ്റ് വാസ് ബോംബാർഡഡ് വിത്ത് ഹീലിയം 24. അപ്പോൾ നമുക്കവിടെ കിട്ടുന്നത് ഒരു കാർബൺ ആറ്റം കിട്ടും, C612. ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള കാർബൺ ന്യൂക്ലിയസ് ആണ്. അതിൻ്റെ ഒപ്പം ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിൾ N01 പ്ലസ് സം എനർജി എന്തായാലും അവിടെ ഉണ്ടാവും. കുറച്ച് എനർജി എമിറ്റ് ചെയ്ത് പോകുമല്ലോ ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുന്ന സമയത്ത്. പക്ഷേ ഈ ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ അത് ന്യൂക്ലിയസിൽ നിന്ന് പുറത്ത് വന്ന് വിത്തിൻ എ വെരി സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ടൈം ഇറ്റ് വാസ് ഡീകമ്പോസ്ഡ്. എങ്ങനെ ഡീകമ്പോസ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ന്യൂട്രോൺ വാസ് ഡീകമ്പോസ്ഡ് ആസ് N01 ഡീകമ്പോസ്ഡ് ഇൻ ടു H11. H11 എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോൺ ആണ്, പ്ലസ് E-1 0. This is, as you know, this is an electron, plus വേറൊരു എലമെൻ്ററി പാർട്ടിക്കിൾ, ഇറ്റ് വാസ് കോൾഡ് ആസ് ആൻറ്റി ന്യൂട്രിനോ. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റി ന്യൂട്രിനോ. പ്ലസ് സം എമൗണ്ട് ഓഫ് എനർജി വിച്ച് അക്കൗണ്ട്സ് ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് ദിസ് ന്യൂട്രോൺ ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദീസ് 3 പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ 3 പാർട്ടിക്കിളും കൂടെ ചേരുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിനെ 3 പാർട്ടിക്കിളിനെയും കൂടെ കമ്പൈൻ ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ട് വരുന്ന എനർജിയാണിത്. സോ വെൻ യു സ്പ്ലിറ്റ് ദം ദ എനർജി ഈസ് റിലീസ്ഡ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ന്യൂട്രോൺ ഈസ് സ്റ്റേബിൾ ഇൻസൈഡ് ആൻഡ് അൺസ്റ്റേബിൾ ഔട്ട്സൈഡ്. എന്തിന്? ന്യൂക്ലിയസ്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളിന് സ്റ്റേബിൾ ആണ്, പക്ഷേ സ്റ്റെബിലിറ്റി എവിടെയാണ് വരുന്നത്? ന്യൂക്ലിയസിൻ്റെ അകത്താണ് അതിന് സ്റ്റെബിലിറ്റി വരുന്നത്. ന്യൂക്ലിയസിന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു പ്രോട്ടോൺ ആയിട്ടും ഇലക്ട്രോൺ ആയിട്ടും പിന്നെ ഒരു എലമെൻ്ററി പാർട്ടിക്കിളായിട്ടുള്ള ആൻറ്റി ന്യൂട്രിനോ ആയിട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ന്യൂട്രോണിൻ്റെ ഡിസ്കവറിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ പ്രോട്ടോൺ പറഞ്ഞു, ന്യൂട്രോൺ പറഞ്ഞു. ഇനി അവിടെ കാണേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ആറ്റോമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫിസിക്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില വേർഡിങ്സ് ഉണ്ട്. നമ്മളൊരു ആറ്റത്തിനെ എങ്ങനെയാണ് റിപ്രസെൻറ്റ് ചെയ്യാറുള്ളത്? സം ആറ്റം എക്സ് ഈസ് റെപ്രസെൻറ്റഡ് ആസ്, എങ്ങനെയാണ്? ഇവിടെ ഇതാണ് അവിടെ സ്റ്റാൻഡേർഡായിട്ട് പറയുന്ന നൊട്ടേഷൻ. അതെ, ഇത് ഇത് മാസ് നമ്പർ, ഇത് ഞാൻ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ല മക്കൾ, ഒന്നുകൂടെ പറയാം. എക്സ് എന്ന് പറയുന്ന ഒരു ആറ്റം, അതിൻ്റെ അറ്റോമിക് നമ്പർ Z ആണ്, മാസ് നമ്പർ A ആണ്. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അത് നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ്. നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ സം ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആറ്റംസിനെ അല്ലെങ്കിൽ ആ ആറ്റംസിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചറുകൾ നോക്കുന്ന സമയത്ത് we will be coming across some peculiar similarities between different nuclei. അത് അങ്ങനെയാണ് നമ്മൾ ഐസോടോപ്പ്, അതുപോലെ ഐസോബാർ, ഐസോട്ടോൺ അങ്ങനെയുള്ള പെയറുകളൊക്കെ
ഡിസ്കവർ ചെയ്യുന്നത്. അപ്പോൾ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, വളരെ ഫെമിലിയർ ആണ്. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ സെയിം അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഐസോടോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ കാർബണിൻ്റെ കാര്യം തന്നെ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പോൾ ഐസോടോപ്പുകൾക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഐസോടോപ്പ് സെയിം അറ്റോമിക് നമ്പറാണ്, ഡിഫറൻറ്റ് മാസ് നമ്പറാണ്. എക്സാമ്പിൾ C612, C613, C614. ഇതൊക്കെ കാർബണിൻ്റെ ഐസോടോപ്പുകളാണ്. ഇതുപോലെ തന്നെ ഓക്സിജൻ്റെ ഐസോടോപ്പ് എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ 815 ഉണ്ട്, ഓക്സിജൻ 816 ഉണ്ട്, ഓക്സിജൻ 817 ഉണ്ട്. ഇതിൽ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് ഓക്സിജൻ 16 ആണ്, നമുക്കറിയാം. അതുപോലെ തന്നെ കാർബൺ ആണെങ്കിൽ C12 ആണ്. ഇതുപോലെ ഇപ്പോൾ നൈട്രജനും കൂടെ ഒരെണ്ണം കൂടെ പറയുകയാണ്. നൈട്രജൻ ആണെങ്കിൽ N714 ഉണ്ട്, പിന്നെ ഉള്ളത് N713 ഉണ്ട്, N715 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഐസോടോപ്പുകളാണ്. ഈ ഐസോടോപ്പുകളെ പോലെ തന്നെ മറ്റൊരു പെയറാണ് ഇതിന് നമ്മൾ പറയുന്നത് ഐസോടോപ്പ് എന്ന് പറഞ്ഞ പോലെ. ദേ ആർ കോൾഡ് ആസ് ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും, ബട്ട് ദേ വിൽ ബി ഹാവിങ് ദ സെയിം മാസ് നമ്പർ. ആ പെയറിനെ നമുക്ക് ഈ തന്നിരിക്കുന്നത് തന്നെ എടുക്കാൻ പറ്റും. ഇപ്പോൾ നോക്കി, C614, N714, ദേ ഹാവ് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ബട്ട് ദേ ഹാവ് ദ സെയിം മാസ് നമ്പർ. ഐസോബാറിൻ്റെ എക്സാമ്പിൾ ആണത്. അപ്പോൾ ഐസോടോപ്പ് എപ്പോഴും ഒരേ ആറ്റത്തിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പെയറുകളായിരിക്കും. അതേസമയം ഐസോബാർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ആറ്റംസ് ആയിരിക്കും, ബട്ട് ദേ വിൽ ബി ഹാവിങ് ദ സെയിം മാസ് നമ്പർ. അപ്പോൾ ഇവിടെ നമുക്ക് C614 അതേപോലെ തന്നെ C614ഉം N714ഉം ദേ ആർ ഐസോബാർ. ഇതുപോലെ ഇഷ്ടംപോലെ ഐസോബാറുകൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഏതൊക്കെയാണ്? ഇതാ ഇവിടെ ഉണ്ടല്ലോ, N715ഉം പിന്നെ വേറെ ഏതാരെങ്കിലും ഉണ്ടോ? O815ഉം N715 O815 ഐസോബാറുകളാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കതിൽ കാണേണ്ടത് ഐസോടോപ്പ് ഐസോബാർ എന്ന് പറഞ്ഞ പോലെ ഇനി ഒരു കാറ്റഗറിയും കൂടി ഉള്ളതാണ്. ദേ ആർ കോൾഡ് ആസ് ഐസോടോൺസ്. ഐസോടോൺസ് കേട്ടിട്ടുണ്ടാവണം. ഐസോടോൺ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറും മാസ് നമ്പറും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും, ബട്ട് ദേ വിൽ ബി ഹാവിങ് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ക്ലോറിൻ 17, ക്ലോറിന് പല ഐസോടോപ്പുകളുണ്ട്. ക്ലോറിൻ്റെ 1738 എന്ന് പറയുന്ന ഒരു ഐസോടോപ്പ് എടുക്കുകയാണ്. 1738 അല്ലേ, ഒരു മിനിറ്റ്, ക്ലോറിൻ 17, അപ്പോൾ C36 ഇങ്ങനെ ഐസോടോപ്പ് എടുക്കുന്നു. ഇതേപോലെ തന്നെ പൊട്ടാസ്യം 1938 അറ്റോമിക് നമ്പറും ഡിഫറെൻ്റ് ആണ്, മാസ് നമ്പറും ഡിഫറെൻ്റ് ആണ്, ബട്ട് ദിസ് ഈസ് ഹാവിങ് 19 ന്യൂട്രോൺസ് ആൻഡ് ദിസ് ഈസ് അഗെയിൻ ഹാവിങ് 19 ന്യൂട്രോൺസ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോൺസ് എന്ന് വിളിക്കുന്നത്. അതപ്പോൾ അറ്റോമിക് നമ്പർ മാസ് നമ്പറൊക്കെ ഡിഫറെൻ്റ് ആണ്, സെയിം ന്യൂട്രോൺ നമ്പറുള്ള ആൾക്കാരാണ് ഐസോടോൺസ്. ഇതൊക്കെ ജസ്റ്റ് ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേംസ് ആയതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ മക്കളെ, ഇൻട്രൊഡക്ഷന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത് ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, സൈസ് എന്താണ്, മാസ് എന്താണ്, അല്ലെങ്കിൽ ആ ന്യൂക്ലിയസിൻ്റെ വോളിയം, ഡെൻസിറ്റി, അതുപോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതെല്ലാത്തിൻ്റെയും ബേസ് കിടക്കുന്നത് റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു. റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിന് കുറേ ഡെഫിഷ്യൻസീസ് ഉണ്ട്, കണ്ടമാനം ഡെഫിഷ്യൻസീസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എക്സ്പെരിമെൻറ്റ്സ് അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ റിസൾട്ട്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മോഡേൺ ഫിസിക്സ്. കാരണം അതിൽ പല റിസൾട്ടുകളും അല്ലെങ്കിൽ പല പോസ്റ്റ്ലേറ്റ്സും തെറ്റായിരിക്കാം, പക്ഷേ നമുക്ക് ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറൽ അനാലിസിസിലേക്ക് ഒരു ലൈറ്റ് കാണിക്കുന്നത് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നിന്ന് നമുക്ക് വന്ന റിസൾട്ടാണ്, അല്ലെങ്കിൽ റൂദർഫോർഡിൻ്റെ പോസ്റ്റ്ലേറ്റുകളാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്കതിന് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ കൂടി സൈഡ് ലൈൻ ചെയ്ത് നിർത്താൻ പറ്റാത്ത ഒരു എക്സ്പെരിമെൻ്റാണ്. പല എക്സ്പെരിമെൻറ്റിലും തെറ്റാണെന്ന് തെളിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി നിർത്തിയിട്ടില്ലേ, തെറ്റാണ് എന്ന് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രൂവ് ചെയ്തു. പക്ഷെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒന്നാണ്, അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള ഒന്നാണ് ഈ റൂദർഫോർഡ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്കൊരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താണ്, അപ്പോൾ നമുക്കതിൻ്റെ
എക്സ്പെരിമെൻ്റൽ സ്റ്റഡീസ് തരുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മളതിന് അതിൻ്റെ റേഡിയസിനെയാണ് സൈസ് ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത്. സോ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് ലെഡ് us to the facts that the radius of an atom is in the order of angstrom. Some angstroms ആയിരിക്കും, ഡിപ്പെൻസ് ഓൺ ദ നേച്ചർ ഓഫ് ദ ആറ്റം. അതിപ്പോൾ ഓരോ ആറ്റത്തിൻ്റെയും സൈസ് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ എന്തായാലും. അപ്പോൾ എന്നാലും ജനറലായിട്ട് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആങ്സ്ട്രത്തിലായിരിക്കും, അല്ലെങ്കിൽ 10⁻⁻, ആങ്സ്ട്രം അല്ലേ, 10⁻⁻10 മീറ്റർ അറൗണ്ട് ഇതിൻ്റെ ഓർഡറിലായിരിക്കും. ഇറ്റ് വിൽ ബി ഇൻ ദ ഓർഡർ ഓഫ് സം ആങ്സ്ട്രംസ്. ഇതേപോലെ തന്നെ ന്യൂക്ലിയസിലേക്ക് കിടക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ റേഡിയസ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് ഫെർമി, അല്ലെങ്കിൽ 10⁻⁻15 മീറ്ററിൻ്റെ ഓർഡറിലായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും സൈസിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലായി. അതായത് ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ആറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയസിൻ്റെ 10⁵ ടൈംസ് ലാർജറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ വോളിയം, അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം ആറ്റത്തിൻ്റെ സൈസ് എന്താണ്, മറ്റേ ന്യൂക്ലിയസിൻ്റെ സൈസ് എന്താണെന്ന്. ഇത് 5 മടങ്ങല്ല, 10⁵ ടൈംസ്, 1,00,000 മടങ്ങ് വോളിയം സൈസ് കൂടുതലാണ് വോളിയം നമ്മൾ നോക്കുന്ന സമയത്ത്. വോളിയം അല്ലല്ലോ, റേഡിയസ് നോക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം ഓഫ് ആറ്റം എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണെങ്കിൽ, 1 യൂണിറ്റ് ആണ് വോളിയം ഓഫ് ആറ്റം. വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു R³ ആണ്. വോളിയം ഓഫ് ആറ്റം 1 യൂണിറ്റ് ആണെങ്കിൽ വോളിയം ഓഫ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അതിൻ്റെ മറ്റേ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ആറ്റത്തിൻ്റെ റേഡിയസിൻ്റെ 10⁻⁻5 ടൈംസ് ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് അറൗണ്ട് നമുക്ക് എത്ര കിട്ടും? ഇത് 1 യൂണിറ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി 10⁻⁻15 യൂണിറ്റ് ആണ് റേഡിയസിൻ്റെ പ്രൊപ്പോർഷണൽ. R³ വോളിയം പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ വോളിയത്തിനെ നമ്മൾ 1 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 1 യൂണിറ്റ് ഏത് യൂണിറ്റ് ആണെങ്കിലും ന്യൂക്ലിയസിൻ്റെ യൂണിറ്റ് എത്രയേ വരുള്ളൂ? 10⁻⁻15. കാരണം റേഡിയസ് വരുന്നത് ഇതിന് രണ്ടിനെയും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ റേഡിയസ് വരുന്നത് എത്രയാണ്? 10⁻⁵ ടൈംസ് ഗ്രേറ്റർ ഫോർ ആൻ ആറ്റം. അപ്പോൾ റേഡിയസ് 10⁻⁵ ടൈംസ് ഗ്രേറ്റർ ആണെങ്കിൽ വോളിയം വിൽ ബി 10⁻⁵15 ടൈംസ് ഗ്രേറ്റർ. അപ്പോൾ അത്രയും ചെറിയൊരു സ്പേസിലാണ് ആര് ഒക്യുപ്പൈ ചെയ്യുന്നത്? ഈ പറയുന്ന ന്യൂക്ലിയസ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. ന്യൂക്ലിയസ് അല്ല, ഒരു ആറ്റം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. അതിൽ ആകെ ഇത്രയും സ്പേസിൽ മാത്രമേ, ഈ പറയുന്ന ന്യൂക്ലിയസ് ഇരിക്കുന്ന ആ ഒരു സ്പേസിൽ മാത്രമേ എന്തെങ്കിലും ഒരു മാറ്റർ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലവും വേക്കൻ്റ് ആണ്. പിന്നെ ഉള്ളത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ മറ്റ് 2 പാർട്ടിക്കിളെ കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ ആയിട്ട് മാസമുള്ള, നെഗ്ലിജിബിൾ ആയിട്ട് റേഡിയസ് ഉള്ള ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആറ്റത്തിനകത്തുള്ള കംപ്ലീറ്റ് സ്പേസും വേക്കൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു റൂമിനകത്ത് ഒരു മൺതരി ഇരിക്കുന്ന പോലെ അത്രയും പോലും പറയാൻ പറ്റില്ല നമുക്ക്. റൂമിൻ്റെ സൈസും മൺതരിയുടെ സൈസും തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയും ചെറിയൊരു സ്പേസിലാണ് ന്യൂക്ലിയസ് ഒക്യുപ്പൈ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓൾമോസ്റ്റ് എംപ്റ്റി സ്പേസ് ആണ്. അങ്ങനെ ഓൾമോസ്റ്റ് എംപ്റ്റി സ്പേസ് ആയതുകൊണ്ടാണ്, ഫ്രീ സ്പേസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് നടത്തുന്ന സമയത്ത് 90% ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വിൽ പാസ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. ബിക്കോസ് അതിന് പാസ് ചെയ്ത് പോകാൻ എംപ്റ്റി സ്പേസ് ആണ് കൂടുതലായിട്ടുള്ളത്. സോ വളരെ ഈസി ആയിട്ട് അതിന് പാസ് ചെയ്ത് പോകാം. അതുകൊണ്ടാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് വീണ്ടും വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കറിയാം, ഒരു ആറ്റത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ അത് റേഡിയസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക, അല്ലെങ്കിൽ വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് പറയുക. ഒരു ആറ്റത്തിൻ്റെ വോളിയം എന്ന് പറയുന്നത് മക്കളെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മെയിനായിട്ട് ഒരാറ്റം എന്ന് പറയുന്നത് അതിനകത്ത് ന്യൂട്രോൺസ് ഉണ്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ന്യൂക്ലിയസിൻ്റെ സൈസിലേക്ക് വരാം. അപ്പോൾ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ഇൻസൈഡ് ഇറ്റ്. അതായത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്തോറും എന്തും കൂടും? വോളിയം കൂടും. ഹൈഡ്രജൻ ന്യൂക്ലിയസിൻ്റെ സൈസ് അല്ല ഹീലിയത്തിന്, ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സൈസ് അല്ല ഓക്സിജന്, ഓക്സിജൻ്റെ അല്ല യുറേനിയത്തിന്. അപ്പോൾ അത് മാറി മാറിക്കൊണ്ടിരിക്കും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുന്തോറും എന്ത് കൂടിക്കൊണ്ടിരിക്കും? സൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് പറഞ്ഞാൽ മതി? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അത് ആരാണ്? മാസ് നമ്പറാണ്. വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് 4π/3 R³ അല്ലേ, for a spherical structure. Considering the nucleus to be spherical in nature is directly proportional to A എന്ന് പറയാം. From this we can say that radius of an atom is directly proportional to
എ പവർ 1/3 അല്ലേ? ഇത് കോൺസ്റ്റന്റ് ആണ് 4π/3. സോ ആർ ക്യൂബ് പ്രൊപ്പോർഷണൽ ടു എ ആണെങ്കിൽ ആർ പ്രൊപ്പോർഷണൽ ടു എ പവർ 1/3 എന്ന് പറയാം. ആൻഡ് വി വിൽ ബി മേക്കിംഗ് ഇറ്റ് ആസ് എൻ ഇക്വേഷൻ ബൈ placing a constant which was experimentally found out. So R is equal to R0 into a power 1/3. This is a very important equation, and where R0 is a constant and it is equal to 1.2 into 10 raised to minus 15 meter. This is approximately the radius of a hydrogen atom. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൗണ്ട് 1.1 ആൻഡ് 1.3 ഫെർമി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് ആണ്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഹൈഡ്രജൻ്റെ റേഡിയസ് ആയിട്ട് നമുക്ക് എടുക്കാം. R ഈക്വൽ ടു R0 ഇൻറ്റു എ പവർ 1/3. R0 കോൺസ്റ്റൻ്റ് ആണ്, എ എന്ന് പറയുന്നത് മാസ് നമ്പറാണ്. അപ്പോൾ ഇനി നമ്മൾ ആറ്റത്തിൻ്റെ റേഡിയസ് പറഞ്ഞു, അല്ല ആറ്റത്തിൻ്റെ അല്ല, ഇടയ്ക്കിടയ്ക്ക് ആറ്റം എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചു. ഈ ഇക്വേഷൻ ഓർമ്മിച്ച് വയ്ക്കുക, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരും. ഇനിയിപ്പോൾ നമുക്ക് ന്യൂക്ലിയസിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ച സ്ഥിതിക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം അറിയാമല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. വോളിയം ഓഫ് ന്യൂക്ലിയസ് ഇസ് ഈക്വൽ ടു 4/3 പൈ ഇൻറ്റു ആർ ക്യൂബിന് പകരം എന്ത് കൊടുത്താൽ മതി? R0 ക്യൂബ് ഇൻറ്റു എ എന്ന് കിട്ടും. അപ്പോൾ വോളിയമായി. ഇപ്പോൾ ഈ വോളിയത്തിൽ കണ്ടാലും മനസ്സിലാവും ഈ കാണുന്ന ആൾക്കാരൊക്കെ കോൺസ്റ്റൻ്റ് ആണ്, ഡിപ്പെൻഡ് ചെയ്യുന്നത് മാസ് നമ്പറിൽ മാത്രമേ ഉള്ളൂ. സോ ഡെൻസിറ്റി ഓഫ് ദ ന്യൂക്ലിയസ്, ഹൗ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഇറ്റ്? ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഡെൻസിറ്റി ഓഫ് ന്യൂക്ലിയസ് ക്യാൻ ബി റിട്ടൺ ആസ്, ഡെൻസിറ്റി ഓഫ് എനി മെറ്റീരിയൽ ഈസ് റിട്ടൺ ആസ് ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. ടോട്ടൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിൻ്റെ ടോട്ടൽ മാസ് നമ്മളെങ്ങനെ പറയും? ന്യൂക്ലിയസിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ ടോട്ടൽ മാസിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ന്യൂക്ലിയസിനകത്ത് 2 പാർട്ടിക്കിൾസ് ഉണ്ട്, അപ്രോക്സിമേറ്റ്ലി സെയിം മാസുള്ള 2 പാർട്ടിക്കിൾസ്. അത് ന്യൂട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 പേരുടെയും ആവറേജ് മാസ് എടുക്കാം. അപ്പോൾ വി ആർ ഡിഫൈനിങ് എ ടൈം ആവറേജ് മാസ് ഓഫ് ദ ന്യൂക്ലിയസ് M is equal to mass of proton plus mass of neutron divided by 2. This is average mass of the nucleons. അപ്പോൾ ഇതാണ് ആവറേജ് മാസ് എങ്കിൽ if there are a number of particles inside a nucleus, then the total mass of the nucleus will be a into m അല്ലേ മക്കളെ? ഒരു പാർട്ടിക്കിളിൻ്റെ ആവറേജ് മാസ് എന്ന് പറയുന്നത് m ആണ്. അവിടെ a നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് വരുന്നത് a into m അല്ലേ? a എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് ആണ്. മാസ് നമ്പർ എന്ന് പറയുന്നതിനേക്കാൾ നമ്പർ ഓഫ് ന്യൂക്ലിയോൺസ് എന്ന് ഓർമ്മിക്കുന്നതാണ് നല്ലത്. ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ വി ഹാവ് 4π/3 R0 ക്യൂബ് ഇൻറ്റു എ എന്ന് വരും. ക്യാൻസൽ ചെയ്ത് കളയാനുള്ള ആൾക്കാരെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? ഇറ്റ് ഈസ് 3m. m is a constant. You know the value of mass of proton and mass of neutron. 3m divided by 4π R0 ക്യൂബ്. ഈ റിസൾട്ടിൽ എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? m എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, R0 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് മീൻസ് the density of a nucleus is constant irrespective of the nature of nucleus. അതായത് നിങ്ങൾ ഹൈഡ്രജൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താലും ഓക്സിജൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താലും ഗോൾഡിൻ്റെ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്താലും ന്യൂക്ലിയർ ഡെൻസിറ്റി എല്ലാവർക്കും സെയിം ആണ്. ആറ്റത്തിൻ്റെ ഡെൻസിറ്റി അല്ല കേട്ടോ പറയണത്. ഇപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഗ്യാസുകൾക്ക് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മെറ്റൽസിന് ഡിഫറെൻറ്റ് ഡെൻസിറ്റിയാണ്. നമ്മൾ അതിലേക്കല്ല വരുന്നത്. വി ആർ ഡിഫൈനിങ് അബൌട്ട് ദ ന്യൂക്ലിയർ ഡെൻസിറ്റി. ഒരു ഏത് ന്യൂക്ലിയസ് എടുത്താലും അതിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബിക്കോസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദിസ് ആവറേജ് വാല്യൂ. ഇത് ഒന്ന് 1.007 ആണ്, മറ്റേത് 1.008 ആണ്. സോ യു ക്യാൻ ഗെറ്റ് ദ ആവറേജ് വാല്യൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ഇറ്റ് ഈസ് 2.30 ഇൻറ്റു 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നാണ്. ഹൗ ഡെൻസ് ദ ന്യൂക്ലിയസ് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിന് മനസ്സിലാവും. ഇത്രയും ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി എടുത്താൽ നമുക്ക് 1000 ആണ് കിട്ടുന്നത്. മെർക്കുറിയുടെ ഡെൻസിറ്റി എടുത്താൽ 13,600 ആണ് കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും ഡെൻസിറ്റി കൂടുതലുള്ള മെറ്റലായിട്ടുള്ള ഓസ്മിയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി കിട്ടുന്നത് 19,800, ഓസ്മി 21,600 ആണ്. ഗോൾഡാണ് 19,600. ഇതിൻ്റെ ഒരു ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻17 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. അതായത് അത്രയും ചെറിയ സ്പേസിൽ ഇത്രയ്ക്കധികം മാസ് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഹൈഡ്രജൻ ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും രണ്ടിനും ആറ്റത്തിൻ്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ ആറ്റോമിക് ഡെൻസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ബട്ട് ന്യൂക്ലിയർ ഡെൻസിറ്റി വിൽ ബി കോമൺ ഫോർ ഓൾ ദ ആറ്റംസ്, വെദർ ഇറ്റ് ഈസ് മെറ്റൽ, നോൺ മെറ്റൽ, ഗ്യാസ്, സോളിഡ്, ലിക്വിഡ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം ഹൈഡ്രജൻ ആറ്റം വളരെ ചെറുതാണ്. അതായത് ഹൈഡ്രജൻ്റെ മാസും കുറവാണ്. മാസ് കുറവായിരിക്കുന്നതിനനുസരിച്ച് എന്തും കുറവാണ്, വോളിയവും വളരെ കുറവാണ്. ഓക്സിജനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓക്സിജൻ്റെ മാസ് ഒന്ന് കൂടിയിട്ടുണ്ട്. മാസ് എത്രത്തോളം കൂടിയിട്ടുണ്ടോ അതിനനുസരിച്ച് ആരും കൂടിയിട്ടുണ്ടാവും, വോളിയവും കൂടിയിട്ടുണ്ടാവും. ഓക്കെ,
കാരണം നമുക്ക് നേരത്തെ അവിടെ നിന്ന് പറഞ്ഞതാണ്, ഇപ്പോൾ മാസ് എന്ന് പറയുന്നത് എന്തിനാണ് മക്കളെ പ്രൊപ്പോർഷണൽ? മാസ് ഇസ് ഡയറക്ട്ലി മാസ് ഓഫ് ആൻ ആറ്റം അല്ലെങ്കിൽ മാസ് ഓഫ് എ ന്യൂക്ലിയസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. ആ ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയാണല്ലോ നമ്മൾ എ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വോളിയം ഓഫ് ദ ന്യൂക്ലിയസ് ആണെങ്കിലും ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എ അല്ലേ. അപ്പോൾ രണ്ടും എന്തിന് പ്രൊപ്പോർഷണലാണ്? മാസ് നമ്പറിന് പ്രൊപ്പോർഷണലാണ്. സോ ഏത് ആറ്റം നിങ്ങൾ എടുത്താലും അതിൻ്റെയൊക്കെ ന്യൂക്ലിയർ ഡെൻസിറ്റി സെയിം ആയിരിക്കും. ആ ന്യൂക്ലിയർ ഡെൻസിറ്റിയുടെ വാല്യൂ ഓർമ്മയിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു ന്യൂക്ലിയസിൻ്റെ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്ട്രക്ചറിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ നേരത്തെ പറഞ്ഞ റിലേഷൻ ഓർമ്മിച്ച് വെക്കണം. ദാറ്റ് ഈസ് R = R0 × A⁻1/3 എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ. അത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരുന്ന ഒന്നാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ പ്രോട്ടോൺസും ന്യൂട്രോൺസും എല്ലാം ആറ്റത്തിൻ്റെ അകത്ത് വളരെ സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ അകത്ത് ആറ്റത്തിൻ്റെ അകത്തല്ല, ന്യൂക്ലിയസിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആറ്റം എന്ന് പറയുന്നത്, അത് നിങ്ങൾ ന്യൂക്ലിയർ നിങ്ങൾ മാറ്റിയെടുത്തോ. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ആറ്റമിക് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് ന്യൂക്ലിയസിലേക്ക് മാറുമ്പോൾ ഒരു ഇതാണ്. അപ്പോൾ അത് ഞാൻ ആറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ മിക്കവാറും സ്ഥലത്തും ന്യൂക്ലിയസിനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും വളരെ സ്റ്റേബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റേബിൾ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം പ്രോട്ടോൺസ് പോസിറ്റീവ് ചാർജാണ്. ന്യൂട്രോൺ ഇട്ട് കളയാം നമുക്ക് തൽക്കാലത്തേക്ക്, കാരണം ന്യൂട്രോണുകൾക്കിടയിൽ ചാർജും കാര്യങ്ങളൊന്നുമില്ല. സോ അവിടെ അവർ തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ എന്തെങ്കിലും ആയിക്കോട്ടെ. പ്രോട്ടോൺസിനിടയ്ക്ക് നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിളാണ്, റിപ്പൽഷനല്ലേ ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രോട്ടോൺസിനിടയിൽ റിപ്പൽഷൻ ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിട്ടും ദ പ്രോട്ടോൺസ് ആർ സ്റ്റേബിൾ ഇൻസൈഡ് ദ ന്യൂക്ലിയസ്. അവിടെ യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് നമുക്കവിടെ മറ്റൊരു കൺസെപ്റ്റിലേക്ക് വരേണ്ടി വന്നത്. ദർ ക്യാൻ ബി സം അട്രാക്റ്റീവ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ പ്രോട്ടോൺസ് വിച്ച് ബാലൻസസ് ദ റിപ്പൽഷൻ ബിറ്റ്വീൻ ദം. അപ്പോൾ പ്രോട്ടോൺസ് അതിനകത്ത് സ്റ്റേബിൾ, ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിനകത്ത് സ്റ്റേബിളായിട്ട് ഇരിക്കണമെങ്കിൽ പ്രോട്ടോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൽഷനെ ബാലൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനേക്കാൾ വളരെ വളരെ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ള ഏതെങ്കിലും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് വേണം. അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാതെ ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. കാരണം റിപ്പൽഷൻ എന്തായാലും ഉണ്ട്. ദാറ്റ് ഈസ് ആസ് പെർ ദ ഇലക്ട്രോസ്റ്റാറ്റിക്കൽ ഫോഴ്സ് 1/4πε0 × Q1 Q2/r² എന്ന് പറയുന്ന ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് റിപ്പൽഷനെ ഓവർകം ചെയ്യുന്ന ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടായിരിക്കണ്ടേ എന്നുള്ള ഒരു അസംഷനിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? വി ആർ coming to a new type of force which is the strongest among the fundamental 4 forces, and that is called as the nuclear force. നമ്മൾ നേച്ചറിൽ കാണുന്ന 4 ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അതൊന്ന് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയേണ്ട, നമ്മളിപ്പോൾ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് പറയാം. അപ്പോൾ ദ വൺ ഈസ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ന്യൂക്ലിയർ ഫോഴ്സ്. അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ ഫോഴ്സിനെയാണ് നമ്മൾ സ്ട്രോങ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ വീക്ക് ഇൻട്രാക്ഷൻസും ഉണ്ട്. വീക്ക് ഇൻട്രാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിനകത്തുള്ള ചില എലമെൻ്ററി പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അതുപോലെ തന്നെ നമ്മൾ വീക്ക് വാൻഡർവാൾസ് ഫോഴ്സ് എന്നൊക്കെ പറയുന്നതൊക്കെ വീക്ക് ഇൻട്രാക്ഷൻസ് ആണ്. അതാണ് 4ാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സ്. അതിൽ തന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻട്രാക്ഷനാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ആ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ടാണ് റിപ്പൽഷനെ ഓവർകം ചെയ്തുകൊണ്ട് പ്രോട്ടോൺസ് ന്യൂക്ലിയസിനകത്ത് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഒരു ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിൻ്റെ സ്റ്റെബിലിറ്റിക്ക് റീസൺ ആയിട്ടുള്ള ഫോഴ്സും ഈ പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫോഴ്സ് ആരൊക്കെ തമ്മിലുണ്ടാവാം? ദർ വിൽ ബി ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ 2 പ്രോട്ടോൺസ് ഓർ 2 ന്യൂട്രോൺസ് ഓർ എ പ്രോട്ടോൺ ആൻഡ് എ ന്യൂട്രോൺ. സോ 3 പെയറുകളും അവിടെ പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ്, അല്ലെങ്കിൽ ആ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇനി 2 ന്യൂക്ലിയോൺസിനെ, അതിപ്പോൾ 2 പ്രോട്ടോൺസ് ആവാം, 2 ന്യൂട്രോൺസ് ആവാം, 1 പ്രോട്ടോണും 1 ന്യൂട്രോണും ആവാം. ആ ന്യൂക്ലിയോൺസിനെ പരസ്പരം ഹോൾഡ് ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ അട്രാക്ട് ചെയ്ത് നിർത്തുന്ന ഒരു ഫോഴ്സിനെ പറ്റിയാണ്. അതിനെയാണ് നമ്മളിപ്പോൾ ജസ്റ്റ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞത്. സോ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് ചോദിച്ചാൽ, ഇറ്റ് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് അവൈലബിൾ ഇൻ നേച്ചർ. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ്. ഇപ്പോൾ 4 ബേസിക് ഫോഴ്സുകളാണല്ലോ നമുക്ക് നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ സ്ട്രോങ് ഫോഴ്സ് ആൻഡ് വീക്ക് ഫോഴ്സ്. അതിൽ ഈ സ്ട്രോങ് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രോങ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ആളാണ് ഈ പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ഇൻട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എലമെൻ്ററി പാർട്ടിക്കിൾസ്, അല്ലെങ്കിൽ ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വാൻഡർവാൾസ് വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് വീക്ക് ഇൻട്രാക്ഷൻസിൽ വരുന്നത്. അപ്പോൾ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. സോ എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ്, എങ്ങനെയാണ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഇൻട്രാക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട്
നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം ആ രണ്ട് ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് 2 പ്രോട്ടോൺസിനെ കൺസിഡർ ചെയ്യാണ് മക്കളെ. 2 പ്രോട്ടോൺസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് അവരുടെ സെപ്പറേഷൻ അനുസരിച്ചുള്ള വാരിയേഷൻ, അതായത് വാരിയേഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി വിത്ത് ഡിസ്റ്റൻസ്. നിങ്ങൾ പലതവണ കണ്ടിട്ടുള്ള ഗ്രാഫാണ്. സ്റ്റാർട്ടിങ് ഫ്രം വർക്ക് എനർജി പവർ, ദെൻ യു ഹാവ് സീൻ ദ സെയിം ഗ്രാഫ് ഇൻ ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഗ്രാഫിക്കൽ വാരിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വൈ ആക്സിസിൽ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയും എക്സ് ആക്സിസിൽ ന്യൂക്ലിയോൺസ് തമ്മിലുള്ള സെപ്പറേഷൻ, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്രോട്ടോൺസ്, ഡിസ്റ്റൻസ്, ഇവരുടെ വാരിയേഷൻ എങ്ങനെ വരുന്നു എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിൽ ബി എക്സ്പെരിമെൻ്റലി ഡ്രോയിങ് ദ ഗ്രാഫ്. അപ്പോൾ അങ്ങനെ ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് കിട്ടുന്ന ആ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് നമുക്ക് ആ ഗ്രാഫിൻ്റെ നേച്ചർ വരുന്നത്. ബിക്കംസ് 0 അറ്റ് സംവെയർ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ മിനിമം പൊട്ടൻഷ്യൽ എനർജി വരുന്നത് ഇതാണ്. ദിസ് റെപ്രസെൻറ്റ്സ് ദ യു മിനിമം, ആൻഡ് ദാറ്റ് യു മിനിമം വാസ് കറസ്പോണ്ടിങ് ടു എ ഡിസ്റ്റൻസ് ഓഫ് 0.8 ഫെർമി. അപ്പോൾ നമ്മൾ ആ പൊട്ടൻഷ്യൽ എനർജിയുടെ വാരിയേഷൻ അനലൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം, ഇപ്പോൾ ഈ ഗ്രാഫിൽ നിന്ന് ഫോഴ്സ് വെച്ചിട്ടാണല്ലോ നമ്മളവിടെ അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്ന് പറയുന്നത്. സോ ഫോഴ്സ് ബിറ്റ്വീൻ the particles അല്ലെങ്കിൽ force within the protons can be find out from the slope of the graph, as force is the negative gradient of potential energy. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പിൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോഴ്സ് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ സ്ലോപ്പ് നെഗറ്റീവ് അല്ലേ മക്കൾ? ഇവിടെ മുതൽ ഇവിടം വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. ഇവിടെ ഈ ഒരു പോസിറ്റീവ് റേഞ്ചിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് വാരിയബിൾ കൂടുന്നു, വൈ വാരിയബിൾ കുറയുന്നു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ എഗെയിൻ എക്സ് വാരിയബിൾ കൂടുന്നു, വൈ വാരിയബിൾ കുറഞ്ഞു വരുന്നു. അതായത് ഇവിടെ മുതൽ ഇവിടം വരെ സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്കിങ്ങനെ നോട്ട് ചെയ്തൂടെ, ഫ്രം എ ടു ബി എന്ന് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോ. ഫ്രം എ ടു ബി സ്ലോപ്പ് ഇസ് നെഗറ്റീവ്. സ്ലോപ്പ് നെഗറ്റീവാണ്. സോ സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് പോസിറ്റീവ് അല്ലേ? അതായത് ഫോഴ്സ് ഇസ് പോസിറ്റീവ്. ഫോഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്ററാക്ഷൻ ഈസ് റിപ്പൽസീവ്. അപ്പോൾ അവിടുത്തെ ഇൻറ്ററാക്ഷൻ എന്താണ്? റിപ്പൽസീവ് ആണ്. എവിടെ മുതൽ എവിടം വരെ? ഡിസ്റ്റൻസ് 0 തുടങ്ങി ഡിസ്റ്റൻസ് 0.8 ഫെർമി വരെ. അപ്പോൾ 2 ന്യൂക്ലിയോൺസ് തമ്മിൽ അട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? 0.8 ഫെർമിയിൽ വെച്ചിട്ടാണ്. കാരണം 0.8 ഫെർമി വരെ അവർ തമ്മിൽ എന്താണ്? റിപ്പൽഷൻ ആണ്. അതായത് ഫോഴ്സ് പോസിറ്റീവ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ആണ്. ഫോഴ്സ് നെഗറ്റീവ് ആകുമ്പോഴല്ലേ നമ്മൾ അതിനെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ ഒരു റീജിയൻ മൊത്തം ഇവിടെ മുതൽ ഇവിടം വരെ 0.8 ഫെർമി വരെ അവർ തമ്മിൽ റിപ്പൽഷൻ ആണ്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, സ്ലോപ്പിൻ്റെ വാല്യൂ കൂടി വരില്ലേ ചെയ്യുന്നത്? ദ സ്ലോപ്പ് ഇൻക്രീസസ്, എക്സ് വാരിയബിൾ ഇൻക്രീസസ്, വൈ വാരിയബിൾ ഓൾസോ ഇൻക്രീസസ്. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവാണ്. ഇവിടുന്ന് മേലേക്ക് പോകും തോറും അതിൻ്റെ വാല്യൂ കൂടി വരികയാണ്. സോ വൈ വാല്യൂ ഇൻക്രീസസ്, ഓൾസോ എക്സ് വാല്യൂ ഇൻക്രീസസ്. സോ ഈ റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ദിസ് റീജിയൻ ഈസ് പോസിറ്റീവ്. മക്കളെ, സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഫോഴ്സ് നെഗറ്റീവ് അല്ലേ? സോ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. ഫോഴ്സ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ഇൻട്രാക്ഷൻ ഇൻ ദിസ് റീജിയൻ ഈസ് അട്രാക്റ്റീവ്. ഇതാണ് ഈ ഗ്രാഫിൻ്റെ അർത്ഥം. ഇനി ഇവിടേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഈ റേഞ്ചിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഫോഴ്സ് എത്രയായിട്ട് മാറും? അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ ഫോഴ്സും 0 ആണ്. ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല. അതായത് ഈ ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് അവിടം വരെ മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല. ഇത് 0.8 ഫെർമിയാണ്. ഈ ഒരു ഡിസ്റ്റൻസ് നമുക്കിപ്പോൾ അറൗണ്ട് ഒരു 2 ഫെർമി ആയിട്ട് വരും. ഈ ഒരു റീജിയൻ ആണെങ്കിൽ ഇറ്റ് ഈസ് അറൗണ്ട് ഒരു 3 ഫെർമി വരും. അതായത് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ മാക്സിമം എഫക്റ്റ് എന്ന് പറയുന്നത് എവിടം തൊട്ട് എവിടം വരെ മാത്രമേ ഉള്ളൂ. ഈ ഒരു 0.8 ഫെർമി കൊണ്ട് മാക്സിമം ഒരു 2 to 3 ഫെർമി വരെ മാത്രമേ ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് ഉള്ളൂ. 3 ഫെർമി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് മാറി? അതിന് പ്രത്യേകിച്ച് ഒരു എഫക്റ്റും ഇല്ല. സോ ന്യൂക്ലിയർ ഫോഴ്സ് ഇസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് റേഞ്ച്ഡ് ഫോഴ്സ് അപ് ടു 2 to 3 ഫെർമി.
അപ്പോൾ 3 ഫെർമിക്ക് അപ്പുറം എന്ന് പറഞ്ഞാൽ അത് എന്തായി? ന്യൂക്ലിയസിന് പുറത്തായി. ന്യൂക്ലിയസിന് പുറത്താണെങ്കിൽ 2 പ്രോട്ടോൺസ് തമ്മിൽ അട്രാക്ഷൻ ഇല്ല, റിപ്പൽഷൻ മാത്രമേ ഉള്ളൂ. ആസ് പെർ ദ റിലേഷൻ 1/4πε0 ഇൻറ്റു Q1 Q2/r². അതേസമയം ന്യൂക്ലിയസിൻ്റെ അകത്താണെങ്കിൽ ദേ അട്രാക്ട് ഈച്ച് അതർ from 0.8 Fermi only. If the distance you decrease by 0.8 Fermi, they will repel each other. So ഒരു പർട്ടിക്കുലർ റേഞ്ചിനുള്ളിൽ മാത്രം ആക്ട് ചെയ്യുന്ന, ആ റേഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു റേഞ്ചിനുള്ളിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ് ഈ ന്യൂക്ലിയർ ഫോഴ്സ്. അതിൻ്റെ എഫക്റ്റും ഗ്രാവിറ്റി പോലെ ലോങ് റേഞ്ച് അല്ല, വളരെ ഷോർട്ട് റേഞ്ച് ആണ്. ഇലക്ട്രോമാഗ്നറ്റിസത്തിനേക്കാളും ഷോർട്ട് റേഞ്ച് ആണ്, അപ് ടു 2 to 3 ഫെർമി. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായി? 3 ഫെർമി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ഓൾമോസ്റ്റ് 0 ആവും. ഫോഴ്സ് അല്ല, പൊട്ടൻഷ്യൽ എനർജി 0 ആവും. പൊട്ടൻഷ്യൽ എനർജി 0 ആണെങ്കിൽ ഫോഴ്സും 0 ആണ്. ഫോഴ്സ് 0 ആണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാമല്ലോ അവർ തമ്മിൽ അട്രാക്ഷനോ റിപ്പൽഷനോ ഇല്ല, അല്ലെങ്കിൽ ദ എഫക്ട് ഓഫ് ന്യൂക്ലിയർ ഫോഴ്സ് വാസ് നള്ളിഫൈഡ് ആഫ്റ്റർ 3 ഫെർമി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഈ ഗ്രാഫിൻ്റെ ഒരു മീനിങ്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണം. 0.8 ഫെർമി തൊട്ടാണ് ന്യൂക്ലിയോൺസ് തമ്മിൽ ന്യൂക്ലിയർ ഇൻട്രാക്ഷൻസ് വരുന്നത്. അതിലപ്പുറം മറ്റ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ ന്യൂക്ലിയർ ഇൻട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0.8 ഫെർമി എന്നാണ്. അതൊരു മാക്സിമം ഒരു 3 ഫെർമി വരെ ഉണ്ടാവുള്ളൂ. ഇനി ഇതിൽ നിന്ന് നമ്മൾ അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ, ഫോഴ്സ് ഈസ് ദ നെഗറ്റീവ് ഗ്രേഡിയൻ്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത്രയും റീജിയനിൽ സ്ലോപ്പ് നെഗറ്റീവ് ആണ്, സോ ഫോഴ്സ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഫോഴ്സ് ഡിനോട്ട്സ് റിപ്പൽഷൻ. ഇപ്പുറത്തെത്തി കഴിഞ്ഞാൽ അവിടെ സ്ലോപ്പ് പോസിറ്റീവായി, സോ ഫോഴ്സ് നെഗറ്റീവ് ആൻഡ് ദാറ്റ് ഷോസ് ആൻ അട്രാക്ഷൻ. ഇനി 3 ഫെർമിക്ക് മേലെ പോയാൽ there is no potential energy or there is no interaction, so the effect of this nuclear force was over. അപ്പോൾ ഇങ്ങനെ ഇതാണ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള വാരിയേഷൻ വരുന്നത്. ഇനി നമുക്ക് എന്താണ് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടി എന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വി വിൽ സ്റ്റാർട്ട് ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, താങ്ക് യു.